ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു യമണ്ടൻ കേക്കാണ്, ചോക്കോ ഓറഞ്ച് കേക്ക്. കഴിച്ചു നോക്കിയാൽ വിചാരിക്കും എന്താ ഈ ഒരു ടേസ്റ്റ് ഇതിന് മുമ്പ് അറിഞ്ഞില്ല എന്നുള്ളത്. അത്രയധികം ടേസ്റ്റിയാണ്, നല്ല കോമ്പിനേഷനാണ് ചോക്ലേറ്റും ഓറഞ്ചും കൂടെ വരുന്ന ഈ ഒരു കേക്ക്. പിന്നെ ഈ ഒരു കേക്കിനാണെങ്കിലും നമ്മൾ സ്പെഷ്യൽ ഫില്ലിങ്ങും സ്പെഷ്യൽ സിറപ്പും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ചോക്കോ ഓറഞ്ച് കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചോക്കോ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഒരു ഓറഞ്ച് എടുക്കാം. ഇതിപ്പം ചെറിയ ഓറഞ്ചാണ് കേട്ടോ, ഒരുപാട് വലുപ്പമൊന്നുമില്ല. കണ്ട കൈവെള്ളയിൽ പിടിക്കുമ്പോൾ ഈ ഒരു വലുപ്പമേ ഉള്ളൂ. അത് നമുക്ക് അതിൻ്റെ തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. തൊലി ഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വൈറ്റ് പോർഷൻ തൊടാതെ പുറമേത്തെ ആ ഒരു ഓറഞ്ച് കളർ മാത്രം ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് കയ്പ്പ് രസം വരും. പിന്നെ വലിയ ഓറഞ്ചൊക്കെ ആണെങ്കിൽ പകുതിയൊക്കെ മതിയാകുമേ. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. നമുക്ക് ആ ഓറഞ്ച് എടുത്ത് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുത്തിരുന്നാലും മതി. മിക്സിയിലിട്ട് അടിക്കേണ്ട, അപ്പോൾ കുരു അങ്ങ് അടിഞ്ഞു പോവേ. കുരു അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പ് രസം വരും. അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പോളം ഉണ്ട്, അത് മതി. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ഇത് മൂന്നും കൂടെ നമുക്ക് 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് അങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മൾ ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്ക് ലോ സ്പീഡിലിട്ടിട്ട് അടിച്ചെടുത്തിരുന്നാൽ മതി. 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ അടിച്ചെടുക്കാം. അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് കുറേശ്ശെയായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങെടുക്കാം. കട്ട കെട്ടാതെ അങ്ങ് മിക്സ് ചെയ്യാം. നമ്മൾ സാധാരണ ബാറ്റർ പോലെ ആയിരിക്കില്ല, ഇതിൽ ബാറ്റർ കുറച്ച് തിക്കായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് ഇളക്കി അങ്ങ് എടുത്തിരുന്നാൽ മതി. ലൂസാക്കാൻ വേണ്ടി പാലൊന്നും ചേർക്കരുത്. അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പകുതി പോർഷൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിത് 2ആയിട്ട് ചെയ്യാനാണ്. ചോക്ലേറ്റ് കേക്കും ഓറഞ്ച് കേക്കും ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് മാറ്റിയ പോർഷനിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ പീലുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഓറഞ്ചിൻ്റെ ജ്യൂസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മതി. നമുക്ക് കറക്റ്റ് അളവായിരിക്കും ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ച് കേക്ക് ഇല്ലേ, അപ്പോൾ ഒരു ഓറഞ്ച് കളർ വേണ്ടേ, അപ്പോൾ അതിനുവേണ്ടി ഓറഞ്ചിൻ്റെ ലിക്വിഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അത് മതി. ഇനി പൗഡറാണുള്ളതെങ്കിൽ അത് ചേർത്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഈ ഒരു ബേക്കിംഗ് ട്രേയിലാണ്. ഇപ്പം 6 ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേ ആണ്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു കേക്കാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള ബാറ്ററില്ലേ, അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു സ്ക്വയർ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഓവൻ സെറ്റപ്പ് 5 മിനിറ്റായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 to 25 മിനിറ്റ്സ് ഒക്കെ മതിയാകും. ഇനി അത് ആയി വരട്ടെ. ആ സമയത്ത് നമുക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള കൊക്കോ പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ചൂടുള്ള പാലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങ് മെൽറ്റായി കിട്ടും. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ കേക്കിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ആയിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കി സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ മുകളിലൊരു ടവലിട്ട് മൂടിയിട്ട് ഫാൻ്റെ ചൂട്ടിലേക്ക് അങ്ങ് വെക്കും കേട്ടോ. പെട്ടെന്ന് നമുക്കൊന്ന് തണുത്ത് കിട്ടാനാണ്. കാരണം അടുത്ത ബാറ്റർ നമുക്ക് ഈ ഒരു ട്രേയിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കേക്ക് ചെറിയ ചൂടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങ് ഡിമോൾഡ് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കണം കേട്ടോ, ചൂടോട് ഡിമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പം കേക്കിൻ്റെ കുറച്ച് പോർഷനൊക്കെ പാത്രത്തിൽ പറ്റി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കൊക്കോ പൗഡറും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ച് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയമായിട്ടോ പുറത്തിരിക്കുന്നത്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. അതൊഴിച്ച് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. വിനീഗർ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അതേ കേക്ക് ട്രേ തന്നെ ക്ലീൻ ചെയ്തെടുത്താണ് അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഇനിയിപ്പം ഒരേ സൈസിലുള്ള 2 ബേക്കിംഗ് ട്രേ ഉണ്ടെങ്കിൽ, കുറച്ചുകൂടെ വലിയ ഓവൻ സെറ്റപ്പ് ഒക്കെ വലുതാണെന്നുണ്ടെങ്കിൽ 2 ഒരുമിച്ച് വെച്ച് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഒരു വീഡിയോയിൽ അങ്ങനെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്വയർ വെച്ചൊന്ന് ഇളക്കി ജസ്റ്റ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓവൻ സെറ്റപ്പ് ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ, അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെയും പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ നമ്മൾ കേക്ക് തണുപ്പിച്ചെടുത്തിട്ടാണ് എടുത്തത്, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വെക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ചൂടായി തന്നെ കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇത് കുറച്ചുകൂടെ കൂടുതൽ സമയമെടുക്കും. കൊക്കോ പൗഡറും കൂടെ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതവിടെ ആയി വരട്ടെ. ആ സമയത്ത് നമുക്ക് ഞാൻ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ 1/2 കിലോ ഓറഞ്ച് വാങ്ങിച്ച് തന്നെ മുഴുവനും എടുത്തിട്ടില്ല. 1/2 കിലോ ഓറഞ്ച് വാങ്ങിച്ചപ്പോൾ 5 എണ്ണം ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് 3 എണ്ണം എടുക്കുന്നുള്ളൂ. അത് നമുക്ക് നേരത്തെ പോലെ തന്നെ അതിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വെള്ളം പെടാതെ ശ്രദ്ധിക്കണേ. ഇത് നമുക്ക് ഒരു ഓറഞ്ച് എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു അല്ലി മാത്രമായിട്ട് അങ്ങ് അടർത്തിയെടുക്കുകയാണ്. ഒരു കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഓറഞ്ചിൻ്റെ അല്ലി അങ്ങനെ എടുക്കുകയാണ്. അടുത്ത ഓറഞ്ച് എടുത്ത് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് അങ്ങ് എടുക്കാം. നമുക്ക് അരിച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പും കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അല്ലികൾ അടർത്തി വെച്ചിരിക്കുന്ന ഓറഞ്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ പീലുണ്ടല്ലോ, അതിന് 1 ടീസ്പൂൺ മാത്രം എടുത്തിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണേ. അല്ലെങ്കിൽ നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് തിളപ്പിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതങ്ങ് വറ്റി വരും. അപ്പോൾ 25 മിനിറ്റ് ആയതുകൊണ്ട് നല്ല ചോക്ലേറ്റ് കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായിട്ടുണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അത് മതി. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു നുള്ള് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പകുതി പോർഷൻ എടുത്ത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കുകയാണ്. അത് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് സോക്ക് ചെയ്യാനായിട്ടാണ്. 2 സോക്കിംഗ് ആണ് ചെയ്യുന്നത്. ഉണ്ടാക്കി വെച്ച ഓറഞ്ചിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ പകുതി പോർഷനോളം എടുത്ത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉള്ള ഓറഞ്ച് ആട്ടോ, തീരെ പുളിയില്ലാത്ത ഓറഞ്ചൊന്നുമല്ല. പുളി ഉള്ള ഓറഞ്ച് ആണെങ്കിൽ ചെറിയൊരു പുളിപ്പോട് കൂടിയിട്ടായിരിക്കും കേക്ക് ഉണ്ടാവുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അതിനില്ല, പുളിയില്ലാത്തതാണ് ഇഷ്ടമെങ്കിൽ പുളിയില്ലാത്ത ഓറഞ്ച് എടുത്തിരുന്നാൽ മതി. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ പെട്ടെന്ന് അതങ്ങെല്ലാം ഒന്ന് അലിഞ്ഞു വന്നോളൂ. അത് ആയിട്ടുണ്ട്, നമുക്ക് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ ഈ ഒരു മിക്സ് പാകത്തിനാണ് കേട്ടോ ആയിട്ടുള്ളത്. ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ 1 സ്പൂണൊക്കെ തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും. നമ്മൾ കുറേ സമയം ബാറ്ററൊക്കെ പുറത്തൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയിരുന്നിട്ടും നല്ല സോഫ്റ്റാണ്. പക്ഷെ എല്ലാ ബാറ്ററും അങ്ങനെ പുറത്ത് വെക്കരുത് കേട്ടോ. നമുക്കത് ലെയർ ചെയ്ത് കൊടുക്കാം. 2 പോർഷനാക്കാണ്. അതുപോലെ നമ്മുടെ ഓറഞ്ച് കേക്കും അതേപോലെ 2 ലെയറാക്കി അങ്ങ് കട്ട് ചെയ്തെടുക്കുക. നല്ല മണം കേട്ടോ ഈ ഓറഞ്ച് കേക്കിന്. അത് വേറെ പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പോ അല്ലെങ്കിൽ 2 കപ്പോ എടുക്കാം. നമ്മളിപ്പം മുകളിൽ ഡെക്കറേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 കപ്പ് വേണ്ടി വരും. ഇല്ലെങ്കിൽ 1.5 കപ്പായിരുന്നാലും മതി. അത് നമുക്ക് വിസ്ക് വെച്ചിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ചിക്കോസ്റ്റൈൻ വിപ്പിംഗ് ക്രീം എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ പറഞ്ഞിട്ടുള്ള ബേക്കിംഗ് ക്ലാസ് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാം. കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് പകുതി മാറ്റി വെച്ചില്ലേ, അതെടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓറഞ്ചിൻ്റെ സിറപ്പ് വെച്ച് നമ്മുടെ ഓറഞ്ച് കേക്കും വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു 2 കോമ്പിനേഷനും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു കേക്കിൻ്റെ ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലെയർ ഓറഞ്ച് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ബാക്കിയുള്ള സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ക്രീം അങ്ങ് ആക്കി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ കേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ നോർമൽ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രീമാക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിരുന്നാലും മതി. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇനി അടുത്ത് നമ്മുടെ ഓറഞ്ചിൻ്റെ കേക്ക് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓറഞ്ചിൻ്റെ സിറപ്പ് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഓറഞ്ചിൻ്റെ ആ ഒരു ഫില്ലിങ് മുഴുവനായിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ് കഴിക്കാനായിട്ട്. എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ടോപ്പിൽ നമ്മുടെ ലാസ്റ്റ് ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് മുഴുവനും എടുത്തിട്ടുണ്ട്. ടോപ്പിൽ നമുക്ക് ക്രീം അങ്ങ് ആക്കി കൊടുക്കാം. സൈഡിൽ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് ആ സൈഡിലുള്ള എല്ലാം ഒന്ന് അവിടെ തന്നെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ക്രീം അതിൻ്റെ മുകളിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കാം. നമ്മളിതിൻ്റെ മുകളിലേക്ക് ഗനാഷ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാടങ്ങ് ഷേപ്പ് ആക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും അത്യാവശ്യം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതങ്ങ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. 100 ml ആണുള്ളത്. ഇനി അതിലേക്ക് അതിൻ്റെ നേരെ ഇരട്ടി 200 ഗ്രാം വൈറ്റ് കോമ്പൗണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ വിപ്പിംഗ് ക്രീം എടുക്കുന്നതിൻ്റെ ഇരട്ടി അളവിൽ എടുക്കണം. അതായത് വൈറ്റ് കോമ്പൗണ്ടിൻ്റെ അതേ അളവിൽ തന്നെ എടുത്തിരുന്നാൽ മതി. നമുക്കത് ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ചൂടാക്കി വരുമ്പോഴത്തേക്കും തന്നെ അതങ്ങ് മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇത് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മെൽറ്റായിട്ട് വരുമ്പോഴും നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറോട് ചേർത്തൊന്ന് ഇളക്കിയാൽ മതി. ഇളക്കുമ്പോഴത്തേക്കും തന്നെ അതങ്ങ് മെൽറ്റായിക്കോളും. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് അരിച്ചെടുത്തങ്ങ് മാറ്റി വയ്ക്കാം. അരിച്ചെടുക്കുന്ന സമയത്ത് കട്ടകളൊന്നും തീരെ ഇല്ലാണ്ടുണ്ടാവും. അതവിടെ ഇരിക്കട്ടെ. ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. നമുക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ട് ഒരു 50 ഗ്രാം ഒക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്നെങ്കിൽ ഡബിൾ ബോയിലിംഗിൽ ചൂടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിരുന്നാൽ മതി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച വൈറ്റ് കോമ്പൗണ്ടിന്റെ ഗണാഷിനകത്തോട്ട് ഓറഞ്ചിന്റെ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ലിക്വിഡ് കളർ ചേർക്കരുത്, ഇതിന് ജെൽ കളർ തന്നെ ചേർക്കണേ. ഓറഞ്ചിന്റെ കളർ ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാനത് ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം കേക്കിന്റെ മുകളിലേക്ക് ഒഴിക്കാൻ കുറച്ചും കൂടെ എളുപ്പം ഈ ഒരു പാത്രത്തിലാവുമ്പോഴാണ്. ഒരു പ്ലേറ്റിലേക്ക് ഒരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിന്റെ മുകളിലേക്ക് നമ്മുടെ കേക്കിന്റെ ബോർഡ് വെച്ച് കൊടുക്കാം. നമുക്ക് കേക്കിന്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പോറിംഗ് കൺസിസ്റ്റൻസിയിൽ വേണം ഒഴിക്കാനായിട്ട്. അത് കുറച്ച് മാത്രം ഒഴിച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് സൈഡിലോട്ട് അങ്ങ് വീഴണ്ട. അത്രയും മുകൾ ഭാഗത്ത് മാത്രം ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ടിന്റെ ഗണാഷ് ഉണ്ടാക്കി വെച്ചില്ലേ, അത് നമുക്ക് ഈ വൈറ്റ് കോമ്പൗണ്ട് ഗണാഷിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ അങ്ങ് വട്ടത്തിലങ്ങ് ചുറ്റി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി. ഇനി നമുക്ക് അത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇളക്കുന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും അതിന് തോന്നുന്ന പോലത്തെ നല്ലൊരു ഡിസൈൻ വരും. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല രസമാണ് അത് ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ ഗണാഷ് ഒഴിക്കുമ്പോൾ കാണുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നമ്മൾ വേറെ ഒന്നും ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് മാത്രം മതി. നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അടിപൊളി കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ്, ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ് ആയിട്ട് ഏറ്റവും ടോപ്പിൽ ആ ഒരു ഗണാഷും അടിപൊളി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. അടിപൊളി, അടിപൊളി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയധികം നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ വിചാരിക്കും ഓറഞ്ചും ചോക്ലേറ്റും കൂടെ ചേരുമെന്ന്. നല്ല ടേസ്റ്റായിട്ടോ, ഒന്ന് കഴിച്ച് നോക്കണം, അപ്പോഴേ അതറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഉണ്ടാക്കാനായിട്ട്. ഒറ്റ ബാറ്റർ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.